നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ കൂടിയാലോചനകൾ, കൂടുമാറ്റങ്ങൾ അതൊക്കെ രാജ്യമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ടറിന്റെ പ്രത്യേക ഇലക്ഷൻ ഷോ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. കർഷകരുടെ ദില്ലി ചലോ മാർച്ച് ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ടത് വ്യാപക സംഘർഷം, പ്രതിഷേധം, ഒപ്പം കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്, കർഷകരെ തുരത്തി ഓടിക്കുന്നതിനായുള്ള ബാരിക്കേഡ് നിരത്തൽ തുടങ്ങിയവയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ദില്ലിയിലേക്ക് എത്താതിരിക്കാൻ പോലീസ് ആകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. തിക്രി, ഗാസിപൂർ അതിർത്തികൾ പോലീസ് അടച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയടക്കം തന്ത്രപ്രധാന ഇടങ്ങളിൽ സുരക്ഷ കൂട്ടി. ദില്ലി മെട്രോയുടെ 8 സ്റ്റേഷനുകളിൽ പല ഗേറ്റുകളും അടച്ചിട്ടു. കർഷക സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 2ാം തവണയാണ് കർഷകർ സമരത്തിനിറങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിൽ സമരത്തിൽ ഉള്ള കർഷകർ, അവർ വരുന്ന പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഈ 3 സംസ്ഥാനങ്ങളിലെയും ജനവിധി അത് 2019 എങ്ങനെയായിരുന്നു, 2024 സീറ്റ് നിലയെ ഏതെങ്കിലും തരത്തിൽ കർഷക പ്രതിഷേധം ബാധിക്കുമോ, അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2019 സീറ്റ് നിലയിലേക്ക് നമുക്ക് പോകാം. ആദ്യം പഞ്ചാബ് പരിശോധിക്കാം. പഞ്ചാബിൽ ലോക്സഭയിൽ ആകെയുള്ള 13 സീറ്റുകളിൽ കോൺഗ്രസിന്റെ പക്കലാണ് 8 സീറ്റുകൾ. BJPക്ക് അവിടെ 2 സീറ്റുകളുണ്ട്. ശിരോമണി അകാലിദളിന് 2, ആം ആദ്മി പാർട്ടിക്ക് 1 എന്നതാണ് 2019 നില. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, 2019 നിന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2024 എത്തുമ്പോൾ അവിടം ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പട്ടികയിൽ ഏറ്റവും താഴെ 1 സീറ്റ് മാത്രം കൈവശമുള്ള ആം ആദ്മി പാർട്ടി 13 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടമാണ് 2024 ആകുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നില എങ്ങനെയും മാറിമറിയാം. BJPക്ക് 2 സീറ്റുകൾ, കോൺഗ്രസിന് 8 സീറ്റുകൾ. പക്ഷേ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിൽ എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് കർഷക പ്രക്ഷോഭം ഇപ്പോൾ അതിർത്തികളിൽ ഇരമ്പുന്ന ഹരിയാനയിലേക്കാണ്. ഹരിയാനയിൽ ആകെയുള്ള 10ൽ 10 നേടി BJPയാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ലോക്സഭയിലായാലും നിയമസഭയിലായാലും BJPക്ക് വലിയ രീതിയിൽ ഒരു മാൻഡേറ്റ് കിട്ടുന്ന ഹരിയാന സംസ്ഥാനം. കോൺഗ്രസ് അവിടെ സംപൂജ്യമായിരുന്നു 2019. ഏതെങ്കിലും തരത്തിൽ കർഷക സമരത്തിന് ഈ സീറ്റ് നിലയിൽ 2024 മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കർഷകരേറെയുള്ള മറ്റൊരു സംസ്ഥാനം അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ 2019 സീറ്റ് നില എങ്ങനെയാണെന്ന് നോക്കാം. ആകെയുള്ള 25ൽ 24 സീറ്റുകളും BJPക്കൊപ്പമാണ്, 1 RLPക്കുമാണ്. കോൺഗ്രസിന് അവിടെ സീറ്റുകൾ ഒന്നുമില്ല. ഇപ്പോൾ 2024 നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ചോർന്നു പോകുന്നു. അത് BJPയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. RLPക്ക് കിട്ടുന്ന 1 സീറ്റ് അത് BJPയുടെ തന്നെ ഘടകകക്ഷിയാണ് RLP. അതുകൊണ്ട് തന്നെ 25ൽ 25ഉം 2019 രാജസ്ഥാനിൽ BJPക്കൊപ്പമായിരുന്നു, NDAക്കൊപ്പമായിരുന്നു എന്ന ചുരുക്കം. 37 സീറ്റുകളാണ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 2019 NDAക്ക് നേടാനായത്. ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. 3 ഇടങ്ങളിൽ നിന്നും അതിർത്തിയിലേക്ക് ഇരമ്പിയെത്തുന്ന കർഷകർ അവർ ദില്ലിയിലേക്ക് കടക്കാതിരിക്കാനായുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ കർഷക പ്രക്ഷോഭം മാറ്റമുണ്ടാക്കുമോ, സീറ്റെണ്ണത്തിൽ മാറ്റം വരുമോ, അത് നമുക്ക് കണ്ടറിയാം. നമ്മളിനി തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മറ്റാരുമല്ല, കോട്ടയത്ത് തോമസ് ചാഴികാടൻ ഇറങ്ങുന്നു. KM മാണിയുടെ പാരമ്പര്യവും കേരള കോൺഗ്രസിന്റെ അസ്തിത്വം ഊട്ടിയുറപ്പിക്കുന്നതുമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നാണ് തോമസ് ചാഴികാടന്റെ ആദ്യ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തകർക്കാനും പിടിച്ചടക്കാനും എതിർവിഭാഗം ശ്രമം നടത്തി. അതിനെ അതിജീവിച്ച പാർട്ടിയുടെ ശക്തി ഇക്കുറി കോട്ടയം മണ്ഡലത്തിൽ ബോധ്യമാകുമെന്നും കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കാം ഒരുപക്ഷെ കോട്ടയത്തുണ്ടാകാൻ പോകുന്നത്. അത് വലിയ ഒരു രാഷ്ട്രീയ മാനങ്ങൾക്ക് കൂടി വഴി തുറക്കുകയാണ്. എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാനങ്ങൾ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകൾ എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന മറുഭാഗത്തെ കക്ഷി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈയടക്കാൻ ശ്രമിച്ച ചിലർ അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് യഥാർത്ഥത്തിൽ പാർട്ടി പിടിച്ചടക്കുവാനും പാർട്ടിയെ തകർക്കാനുമുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ടി വന്നു.
അങ്ങനെ എതിർത്ത് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെ മുന്നണിയിൽ നിന്നും പുറത്താക്കി. യാതൊരു കാരണവുമില്ലാതെയാണ് പുറത്താക്കിയത് എന്ന വസ്തുത ഇന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരായ ആളുകളുണ്ട്. യാതൊരു കാരണവുമില്ലാതെയാണ്. അങ്ങനെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ടായി. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നു. ഇന്ന് അന്ന് ആഗ്രഹിച്ചവർക്ക് മത്സരിക്കാനുള്ള അന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് പാർലമെൻറ്റിലേക്ക് പോകാനുള്ള അവസരം നൽകണം എന്നാണ്. അന്ന് ബഹുമാനായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ KM മാണി സാറ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് കോട്ടയം KM മാണിയുടെ തട്ടകമാണ്, അവിടെ KM മാണിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാതെയാണ് ആ പ്രശ്നങ്ങളെല്ലാം അന്നുണ്ടായത്. ഇത് KM മാണിയുടെ ലെഗസിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. യാതൊരു സംശയവുമില്ല. KM മാണി സാറ് ജനഹൃദയങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്, ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ലെഗസി ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി ഉറപ്പിക്കും, യാതൊരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. തോമസ് ചാഴികാടൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ കോട്ടയമാണ് ഇപ്പോൾ രാഷ്ട്രീയ മാപിനിയിൽ ഏറ്റവും ചൂടേറുന്ന സ്ഥലം. കോട്ടയം മണ്ഡലം, അവിടെ ചൂട് എന്തുകൊണ്ട് കൂടുന്നു എന്നതിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നേ എത്തിക്കഴിഞ്ഞു LDF. സീറ്റ് വിഭജനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടുക എന്നതായിരുന്നു LDFിന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ശ്രമം. UDFിലും NDAയിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ. അതിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ? ചാഴികാടനൊപ്പം അണിനിരക്കാൻ പോകുന്ന എതിർ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും? LDF ചാഴികാടനെ ഇറക്കുമ്പോൾ തോമസ് ചാഴികാടൻ എന്ന സിറ്റിംഗ് എംപിക്ക് എതിരാളികളായി വരാൻ പോകുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധ്യതാ ലിസ്റ്റിലുള്ള ഏറെക്കുറെ ഉറപ്പിച്ച പേരുകൾ: ഫ്രാൻസിസ് ജോർജ് UDFിന് വേണ്ടി. ജോസഫ് സാറിന്റെ മനസ്സിലുള്ള സ്ഥാനാർത്ഥി അത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. NDAക്ക് വേണ്ടി വരുന്നത് ആരായിരിക്കും? NDAക്ക് വേണ്ടി BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരുപക്ഷെ ഇടുക്കിയും ചോദിക്കുന്നത് കൊണ്ട് അവസാന നിമിഷം മാറി മറിഞ്ഞേക്കാം. പ്രചാരണ രംഗത്തേക്ക് LDF കടന്നതോടെയാണ് വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി UDF ക്യാമ്പ് ശ്രമിച്ചത്. അങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുന്നത്. ഇടുക്കി മുൻ എംപിയാണ് ഫ്രാൻസിസ് ജോർജ്, നമുക്കറിയാം. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് വരികയാണെങ്കിൽ ഈ പോരാട്ടം അത് കടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് എത്തുമെന്ന് ചുരുക്കം. UDFിന്റെ സീറ്റ് വിഭജനം അത് ഔദ്യോഗികമായി പൂർത്തിയാകണം. കോട്ടയത്തെ പാർട്ടി ചെയർമാൻ PJ ജോസഫ് ആയിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പ്രഖ്യാപനം വരുമ്പോൾ ഫ്രാൻസിസ് ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് എത്തുമോ, അതോ പല പേരുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കുമോ ഫ്രാൻസിസ് ജോർജിന്റെ പേര് പ്രഖ്യാപിക്കുക? അതാണ് അറിയേണ്ടത്. BDJSന്റെ ചെയർമാൻ NDAക്കായി ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളപ്പള്ളിയായിരിക്കും ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി എത്തുക. അങ്ങനെയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പട്ടിക സംബന്ധിച്ച് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. കോട്ടയം, എറണാകുളം ജില്ലകളിലായി കിടക്കുന്നതാണ് ഈ കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത്. ഈ കോട്ടയം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്നത് നമുക്ക് പരിശോധിക്കാം. മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് ഏറെക്കുറെ ഉറപ്പായത്. അതിൽ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തോമസ് ചാഴികാടൻ. അതിലിനി മാറ്റമില്ല. തോമസ് ചാഴികാടൻ എതിരിടാൻ ഫ്രാൻസിസ് ജോർജും തുഷാർ വെള്ളാപ്പള്ളിയുമാണോ വരാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. കോട്ടയം മണ്ഡലത്തിന്റെ സവിശേഷതകളിലേക്ക് വന്നാൽ കോട്ടയം, എറണാകുളം ജില്ലകളിലായി UDFിന്റെ കീഴിലുള്ള 5ഉം LDFിന്റെ 2 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോട്ടയം മണ്ഡലം. കോൺഗ്രസിനും CPIMനും വിവിധ കേരള കോൺഗ്രസുകൾക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലം. അതുപോലെ തന്നെ സഭയും സമുദായവും ഒക്കെ ഏറെ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് കോട്ടയം. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്, NSS വോട്ടുകൾ നിർണായകമാണ്, SNDP വോട്ടുകൾ നിർണായകമാണ്. അങ്ങനെ ആരാരെ തുണയ്ക്കും? ഈ 3 പേരാണ് വരുന്നതെങ്കിൽ എങ്ങനെയൊക്കെയായിരിക്കും വോട്ട് ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കോട്ടയത്തെ ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളെയും എങ്ങനെയാണ് 2019 വിധിയെ സ്വാധീനിക്കുന്ന തരത്തിൽ ആ മണ്ഡലങ്ങളുടെ മനസ്സ് പുറത്തു വന്നത് എന്നത് കൂടി നമുക്ക് നോക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലം എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്? അന്ന് UDF സ്ഥാനാർത്ഥിയായി വന്നത് തോമസ് ചാഴികാടനാണ്. വിജയിച്ചു കയറുന്നു. അന്നത്തെ നില എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. കോട്ടയം ലോക്സഭാ സീറ്റിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ: പിറവം, പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നിങ്ങനെ 7 മണ്ഡലങ്ങൾ. ഇതിൽ ഓരോന്നിനെയും നമ്മൾ എടുത്തു നോക്കണം. ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഓരോ സ്വഭാവമാണ്. ഓരോരുത്തർക്കും വ്യക്തമായ സ്വാധീനമുള്ള പോക്കറ്റുകൾ ഈ ഓരോ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് കോട്ടയത്തിന്റെ ഒരു സ്വഭാവം. അത് പ്രവചനാതീതമാക്കി നിലനിർത്തുന്നത്. തോമസ് ചാഴികാടൻ എളുപ്പമാകുമോ കാര്യങ്ങൾ? 2019 പിറവം എങ്ങനെയാണ് വിധി എഴുതിയത്
എന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിക്കാം. പിറവം നിയോജക മണ്ഡലത്തിൽ തോമസ് ചാഴികാടന് കിട്ടിയത് 66,192 വോട്ടുകളാണ്. എതിർ സ്ഥാനാർത്ഥി വളരെ പരിചിതനായ വി എൻ വാസവന് കിട്ടിയത് 57,088 PC തോമസിന് കിട്ടിയത് 22,772 വോട്ടുകളും. അവിടെ നിന്ന് പിറവം മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഭൂരിപക്ഷം 9,104. രണ്ടാമത്തേത് മാണിസാറിന്റെ സ്വന്തം പാലായിൽ നിന്ന് തോമസ് ചാഴികാടന് കിട്ടിയത് 66,971 വോട്ടുകളാണ്. വി എൻ വാസവന് അവിടെ 33,499 വോട്ടുകൾ കിട്ടി. PC തോമസിന് 26,553 വോട്ടുകളും. പാലാ മണ്ഡലത്തിൽ അവിടെ അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. അവിടെ കൃത്യമായ ഭൂരിപക്ഷം തോമസ് ചാഴികാടൻ ഉറപ്പിക്കുകയാണ്. UDF കിട്ടിയത് 33,472 വോട്ടുകളാണ്. നമ്മൾ പാലായിൽ നിന്ന് അടുത്തതായി പോകാൻ പോകുന്നത് കടുത്തുരുത്തിയിലേക്കാണ്. പാലാ മണ്ഡലം സേഫ് ആണ് എന്ന് പറയുമ്പോഴും ഇക്കുറി LDF-നൊപ്പം നിൽക്കാൻ പോകുന്നു അതോ UDF-നൊപ്പം നിൽക്കാൻ പോകുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കടുത്തുരുത്തിയിലെ 2019 കണക്ക് ഇങ്ങനെയാണ്. തോമസ് ചാഴികാടന് 65,877 വോട്ടുകൾ കിട്ടിയപ്പോൾ വി എൻ വാസവന് 39,170 PC തോമസിന് 20,895 വോട്ടുകളും കിട്ടി. അവിടെയും ഭൂരിപക്ഷം UDF-നൊപ്പം 26,707 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് കടുത്തുരുത്തിയും തോമസ് ചാഴികാടൻ 2019 പിടിച്ചത്. വൈക്കത്തേക്ക് വന്നാൽ ഇടത് സ്വഭാവമുണ്ട് വൈക്കത്തിന്. തോമസ് ചാഴികാടന് 47,256 വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞപ്പോൾ വി എൻ വാസവൻ അവിടെ ലീഡെടുക്കുകയാണ്. 56,476 വോട്ടുകൾ വൈക്കം നിയോജക മണ്ഡലത്തിൽ നിന്ന് വി എൻ വാസവന് 2019 കിട്ടി. അവിടെ PC തോമസിന് 21,871 വോട്ട്. അവിടെ ഭൂരിപക്ഷം വൈക്കത്ത് 2019 LDF-നാണ് ഭൂരിപക്ഷം. 9,220 വോട്ടുകളാണ് വൈക്കത്ത് വി എൻ വാസവന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. വൈക്കത്ത് നിന്ന് നമുക്ക് അടുത്തതായി ഏറ്റുമാനൂരിലേക്ക് പോകാം. ഏറ്റുമാനൂരിന്റെ 2019 സ്വഭാവം എങ്ങനെയായിരുന്നു നോക്കാം. ഏറ്റുമാനൂരിൽ തോമസ് ചാഴികാടന് 55,356 വോട്ടുകൾ, വി എൻ വാസവന് 46,911, PC തോമസിന് 20,112 വോട്ടുകൾ. അവിടെയും ഭൂരിപക്ഷം UDF-നാണ്. 8,445 വോട്ടുകളാണ് അവിടെ UDF-ന് തോമസ് ചാഴികാടന് കിട്ടിയ ഭൂരിപക്ഷം. ഇനി കോട്ടയം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കോട്ടയത്ത് എങ്ങനെയായിരുന്നു കണക്കുകൾ എന്ന് നോക്കാം. കോട്ടയത്ത് തോമസ് ചാഴികാടൻ 54,831 വോട്ടുകൾ സ്വന്തമാക്കുമ്പോൾ വി എൻ വാസവന് 40,864, PC തോമസിന് 21,564. UDF-ന്റെ ഭൂരിപക്ഷം 13,967 കോട്ടയം മണ്ഡലത്തിൽ. ഇനി കുഞ്ഞുഞ്ഞിന്റെ പുതുപ്പള്ളി, ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ പുതുപ്പള്ളി 2019 എങ്ങനെയാണ് വിധിയെഴുതിയത് നോക്കാം. പുതുപ്പള്ളി മണ്ഡലത്തിൽ തോമസ് ചാഴികാടന് 63,811 വോട്ടുകൾ, വി എൻ വാസവന് 39,484, PC തോമസിന് 20,911. അവിടെയും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. UDF-ന് 24,327 വോട്ടിന്റെ ഭൂരിപക്ഷം പുതുപ്പള്ളി മണ്ഡലത്തിലും കിട്ടുകയാണ്. ഇങ്ങനെയാണ് 2019 കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ വിധിയെഴുതിയത്. 2019 അതിനുശേഷം മീനച്ചിലാറിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു 2021 ഈ 7 ഇടങ്ങളിലും? അതുകൂടി നമുക്ക് നോക്കാം. പ്രവചനാതീതമായി എങ്ങനെയാണ് കോട്ടയം മണ്ഡലം മാറാൻ പോകുന്നത്? LDF-ന് എന്തുകൊണ്ടാണ് കോട്ടയത്ത് പ്രതീക്ഷ കൂടുന്നത്? പിറവത്ത് UDF-ന് 85,056 വോട്ടുകളാണ് കിട്ടിയത്. LDF-ന് 59,692, NDA-ക്ക് 11,021. ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായ കണക്കിലേക്ക് എത്തുന്നു. അതായത് വോട്ടെണ്ണം കൂട്ടാൻ കഴിയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം വേറെയാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ 25,364 വോട്ടുകളാണ് പിറവത്ത് UDF-ന് കിട്ടുന്നത്. പിറവത്ത് നമ്മൾ നേരെ പോകുന്നത് പാലായിലേക്കാണ്. പാലായിലാണ് വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടത്. പാലായിൽ UDF-ന് 69,804, LDF-ന് 54,426, NDA-ക്ക് 10,869, 10,378 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ UDF-ന് 2021 കിട്ടുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് മാണി സി കാപ്പനാണ്. മാണി സാറിന്റെ പാല അത് മാണി സി കാപ്പനിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കേരള കോൺഗ്രസ് M ആണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ ജോസ് കെ മാണിക്ക് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നു മാണി സി കാപ്പന് മുന്നിൽ. അതായിരുന്നു 2021 അവസ്ഥ.
അതിൽ നിന്നും മീനച്ചിലാറിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. നമുക്ക് പാലായിലെ ഇത്തവണത്തെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പാലായിൽ നിന്ന് നമുക്ക് നേരെ കടുത്തുരുത്തിയിലേക്ക് പോകാം. 2021 കടുത്തുരുത്തിയിൽ എന്തായിരുന്നു അവസ്ഥ? കടുത്തുരുത്തിയിൽ UDF-ന് 59,666 വോട്ടുകൾ കിട്ടിയപ്പോൾ LDF-ന് 55,410, NDA-ക്ക് 11,670. ചെറിയ ഭൂരിപക്ഷമാണ്. 5000-ൽ താഴെ ഭൂരിപക്ഷം നിൽക്കുന്നു കടുത്തുരുത്തിയിൽ. 4,526 വോട്ടുകൾക്കായിരുന്നു കടുത്തുരുത്തിയിൽ UDF-ന്റെ വിജയം. അവിടെ ജോസഫ് ഗ്രൂപ്പാണ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് കടുത്തുരുത്തിയിൽ കാലിടറിയിട്ടുണ്ട്. LDF-ന് വേണ്ടി കേരള കോൺഗ്രസ് എം ആണ് അവിടെ ഇറങ്ങിയത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അടുത്തത് CPI-യുടെ സിറ്റിംഗ് സീറ്റായ വൈക്കത്തേക്ക് വരാം. വൈക്കത്ത് എങ്ങനെയാണ് കഴിഞ്ഞ തവണ വിധിയെഴുതിയത് നോക്കാം. 2021 UDF-ന് 42,266 വോട്ടുകൾ, LDF-ന് 71,388, NDA-ക്ക് 11,953. അവിടെ CK ആശ വിജയിക്കുന്നത് 29,122 വോട്ടുകൾക്കാണ്. അപ്പോൾ വൈക്കത്തെയും കഥ ഇങ്ങനെയാണ്. 2021 ഏറ്റുമാനൂരിലേക്ക് പോകാം. ഏറ്റുമാനൂർ 2021 എങ്ങനെയാണ് വിധി എഴുതിയത് എന്ന് നോക്കാം. ഏറ്റുമാനൂരിൽ UDF-ന് 43,986 ഒതുങ്ങേണ്ടി വരുന്നു. LDF-ന് 58,289, NDA-ക്ക് 13,746. അവിടെ LDF ജയം സ്വന്തമാക്കുന്നത് 14,303 വോട്ടുകൾക്കാണ്. അപ്പോൾ ഏറ്റുമാനൂർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കോട്ടയം മണ്ഡലം 2021 എങ്ങനെയാണ് വിധിയെഴുതിയത് എന്ന് നോക്കാം. UDF-ന് 65,401, LDF-ന് 46,658, NDA-ക്ക് 8,611. അവിടെ ഭൂരിപക്ഷം UDF-ന് കിട്ടുന്നത് 18,743 വോട്ടുകൾക്കാണ്. കോട്ടയം നിയമസഭാ മണ്ഡലം വിധിയെഴുതിയത് അങ്ങനെയാണ്. പുതുപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിൽ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ്, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമാണിത്. UDF-ന് വേണ്ടി ചാണ്ടി ഉമ്മൻ ഇറങ്ങിയ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് പോയത്. 80,144, LDF-ന് 42,425 ജയിക്കിന് കിട്ടുന്നത്. NDA-ക്ക് 6,558, 37,719 വോട്ടുകൾക്കാണ് ചാണ്ടി ഉമ്മൻ 2023 പുതുപ്പള്ളി സ്വന്തമാക്കിയത്. മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF-ന് കേരള കോൺഗ്രസ് എം കൂടെയുള്ള LDF-ന് കോട്ടയം വലിയ പ്രതീക്ഷ നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് തോമസ് ചാഴികാടനെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി ആരായാലും വിജയസാധ്യത ഉറപ്പാണെന്ന് LDF അവകാശപ്പെടുമ്പോൾ സാക്ഷാൽ ഫ്രാൻസിസ് ജോർജാണ് ഇറങ്ങുന്നത്. സ്ഥാനാർത്ഥിയുടെ ജനകീയത അത് വോട്ടായി മാറുകയാണെങ്കിൽ UDF-നും വിജയം കയ്യെത്തും ദൂരത്താണ്. സമുദായ സമവാക്യങ്ങൾ തുണയ്ക്കും, കൂടുതൽ വോട്ട് പിടിക്കാമെന്ന പ്രതീക്ഷയാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് NDA ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. കോട്ടയത്തിന്റെ മത്സരചിത്രം ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം കോട്ടയത്തെ രാഷ്ട്രീയ ചൂട്. ആ ചൂടിൽ തളരാതെ വിയർക്കാതെ പൊരുതി കയറാൻ പോകുന്നത് ഇവർ മൂന്നിൽ ആരായിരിക്കുമെന്നുള്ളത്. ലോക്സഭാ സീറ്റ് നൽകാത്തതിൽ RJDക്ക് കടുത്ത അതൃപ്തി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കും. ഓൺലൈനായി ചേർന്ന RJD നേതൃയോഗത്തിലാണ് തീരുമാനം. ഇടതുമുന്നണിയിൽ വഞ്ചിക്കപ്പെട്ടെന്ന പരാതിയും RJDക്കുണ്ട്. ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെ LDF-ൽ മാന്യമായ അംഗീകാരം നിഷേധിക്കപ്പെട്ടെന്ന വികാരം. മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തിയതും RJDയെ പ്രതിസന്ധിയിലാക്കി. രാജ്യസഭാ സീറ്റിനു വേണ്ടി MP ശ്രേയാംസ് കുമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന ആരോപണം മറുവശത്ത്. ഉരുണ്ടുകൂടിയ അതൃപ്തി കാരണത്തോടെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. സീറ്റ് ചർച്ചാ യോഗത്തിലെ അജണ്ട മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. LDF-ൽ പാർട്ടി വഞ്ചിക്കപ്പെട്ടെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു. പാർട്ടിയിൽ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ജനതാ പ്രസ്ഥാനത്തിന് സീറ്റില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ തവണയും നിഷേധിച്ചു. ഇത്തവണ സീറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ലോക്സഭയിൽ. പക്ഷേ ഇത്തവണയും കിട്ടിയിട്ടില്ല. വീണ്ടും വഞ്ചിക്കപ്പെട്ടൊരവസ്ഥയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വലിയ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് ലോക്സഭയും നിയമസഭയുമാണ്. അതേക്കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത്. അല്ലാതെ രാജ്യസഭ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന് ഒരു തരത്തിലും ഒരു ഗുണവുമില്ലാത്ത ഒരു സ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഘടകകക്ഷികളെ പ്രധാന കക്ഷികൾ പരിഗണിക്കുന്നതും എടുത്തു കാട്ടുന്നുണ്ട്. 1991 മുതൽ പലതവണ MP വീരേന്ദ്രകുമാർ മത്സരിച്ച കോഴിക്കോട് സീറ്റ് ലക്ഷ്യം വെച്ച് നീക്കങ്ങൾ നടത്തിയെങ്കിലും ഇത്തവണയും അനുകൂല തീരുമാനമുണ്ടായില്ല. സോഷ്യലിസ്റ്റുകളുടെ ലയനം മുൻ നിർദ്ദേശപ്രകാരം പൂർത്തിയാക്കാത്തതും LDF തീരുമാനത്തിൽ നിർണായകമായി. LDF-ൽ അവഗണിക്കപ്പെട്ടു എന്ന വികാരം ശക്തമാവുമ്പോൾ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട്ടും വടകരയിലും സോഷ്യലിസ്റ്റുകളുടെ വോട്ട് UDF-ന് അനുകൂലമായാൽ അത് LDF-ന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകും. റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. മഹാഭാരത യുദ്ധത്തിൽ നമുക്കൊപ്പം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സലിം മടവൂർ തത്സമയം ചേരുകയാണ്. ശ്രീ സലിം മടവൂർ, പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ LDF RJDയെ?
അല്ല, പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതല്ല, നീതിപൂർവം ഞങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അതിനൊരു വ്യക്തമായ കാരണം ലഭിക്കാത്തതുകൊണ്ട് സാധാരണ പ്രവർത്തകരോട് എങ്ങനെ ഇത് വിശദീകരിക്കണമെന്ന് നേതൃത്വം ബുദ്ധിമുട്ടുന്നു. ആ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങളെയൊക്കെ നയിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് ഞങ്ങൾ ന്യായീകരിക്കുക? കേരളത്തിലുള്ള MLA ഉള്ള എല്ലാ ചെറിയ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. എന്നാൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിൽ 4ാം സ്ഥാനത്തുള്ള ത്രിതല പഞ്ചായത്തിലെ എണ്ണത്തിൽ ഞങ്ങൾ 4ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നേരത്തെ UDF ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ ഞങ്ങൾ LDF മത്സരിച്ചത്. അപ്പോൾ UDF സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ LDF ഒരു തരത്തിലും ജയിക്കാത്ത സീറ്റുകളാണ്. എന്നിട്ടും ഞങ്ങൾ 4ാം സ്ഥാനത്തുണ്ട്. അതായത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഞങ്ങൾ 4ാം സ്ഥാനത്തുണ്ട്, തോൽക്കുന്ന സീറ്റുകളിൽ മാത്രം മത്സരിച്ചിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഗണ്യമായ വോട്ട് ഷെയർ ഉള്ള നല്ല പ്രാദേശിക പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് RJD. അപ്പോൾ ഈ RJDക്ക് കേരളത്തിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെയും വളരെ തുച്ഛമായ ത്രിതല പഞ്ചായത്ത് പ്രാതിനിധ്യം. അതാണല്ലോ ഒരു പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നത്, ത്രിതല പഞ്ചായത്തിലെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ വളരെ താഴെയുള്ള ത്രിതല പഞ്ചായത്തിൽ പ്രാതിനിധ്യം വളരെ നാമമാത്രമായ പാർട്ടികൾക്കും ഒരു ത്രിതല പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത പാർട്ടികൾക്കും അങ്ങനെ ആളുകളില്ലാത്ത പാർട്ടികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം മന്ത്രിസ്ഥാനം ഇല്ലാത്തത് എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടി നേതൃത്വം ഇതിൽ നിശബ്ദത എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ പാർട്ടി നേതൃത്വം വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. പാർട്ടി നേതൃത്വം ചോദിക്കാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടോ ഒന്നുമല്ല. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പലപ്പോഴും യോഗങ്ങളിൽ നമുക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങൾ ആദ്യം തന്നെ ഇത് വിശദീകരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ പ്രതിഷേധത്തിനൊക്കെ എപ്പോഴും ഈ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ രാജ്യസഭാ സീറ്റിന് വേണ്ടി MV ശ്രേയാംസ് കുമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നും കീഴ്ഘടകങ്ങളിൽ പരാതിയുള്ളതായി കേൾക്കുന്നുണ്ടല്ലോ. ഒരിക്കലുമല്ല. പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും മന്ത്രിസ്ഥാനത്തിനാണ് മുന്തിയ പരിഗണന എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ചർച്ചകൾ തുടക്കമിടുന്നത് എനിക്ക് നേരിട്ടറിയാം. അല്ലാതെ എനിക്ക് പറയുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അപ്പം എല്ലാ യോഗങ്ങളിലും മന്ത്രിസ്ഥാനത്തിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതും അതേക്കുറിച്ച് ആവശ്യപ്പെടാൻ വേണ്ടി പ്രതിനിധികളെ അയക്കുന്നതും ഒക്കെ തന്നെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ രാജ്യസഭാ സീറ്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാജ്യസഭാ സീറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഡിമാൻഡും അല്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയാൻ ലോക്സഭ അതേപോലെ നിയമസഭ ഈ 2 മേഖലകളിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത്. ഇത്തരം സീറ്റുകളാണ്, അല്ലാതെ മറ്റ് ഉപാധികളിലൂടെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ കൂടുതൽ MLA വേണം, കൂടുതൽ MP ലോക്സഭയിൽ വേണം. ഇതാണ് പാർട്ടിക്ക് വേണ്ടത്. അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് തരേണ്ടത്. എല്ലാ കാലത്തും 4 MP വരെ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1991 2 സീറ്റുകളിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മത്സരിക്കാൻ ആവശ്യമായ പിന്തുണ കേരളത്തിൽ, അതായത് 19 സീറ്റുകളിൽ LDF തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള അർഹത ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറും ഒക്കെ തന്നെ ഈ ത്രിതല പഞ്ചായത്ത് നോക്കിയിട്ട് മാനദണ്ഡമാക്കിയാൽ അത് വളരെ വെളിച്ചത്ത്, അതായത് CPM-നും ഇടതുപക്ഷത്തിനൊക്കെ അറിയുകയും ചെയ്യാം. 2009 ഇടതുമുന്നണി വിട്ട LJD 2018 UDF വിട്ട് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്കുള്ള വാഗ്ദാനം അതൊരു ലോക്സഭാ സീറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാന്യമായ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തരുമെന്നാണ് ഞങ്ങൾ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ UDF അവസാനം ഒരു സീറ്റും ഇല്ലാതെ ഒരു തരത്തിലും ഞങ്ങൾക്കൊരു ഉദ്ഘാടന ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഞങ്ങൾക്കൊരു MLA വീണ്ടും തിരിച്ചു കിട്ടുന്നതും കേരളത്തിലെ എല്ലാ ഒരു അംഗീകൃത, അതായത് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാവുന്ന രൂപത്തിൽ അവരുടെ CPM-ന്റെ 3 സിറ്റിംഗ് സീറ്റുകൾ എടുത്ത് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതൊന്നും മറക്കാൻ കഴിയില്ല. അവർ വളരെ ആ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളോട് പെരുമാറി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ അപ്പോഴും ഒരു ന്യായമായിട്ട്, അതായത് അന്നത്തെ JDS-ന് കൂടുതൽ സീറ്റും ഞങ്ങൾക്ക് കുറച്ച് സീറ്റും തന്നുകൊണ്ട് ഞങ്ങളോട് എന്താ പറയുക, ഒരു അനീതിപൂർവമായ പെരുമാറ്റം കൂടെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് 3 സീറ്റ് തന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു സീറ്റ് വിജയിച്ചു. CPM-ന് കൂടെ നല്ല വോട്ട് CPM-നുള്ള കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചർച്ചയെ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉള്ളിലെ ചർച്ചകളിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറയും. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളെ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ സലീം മടവൂർ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി. മഹാഭാരത യുദ്ധത്തിനൊപ്പം ചേർന്നതിന് അർഹമായ പ്രാതിനിധ്യം അത് ഉറപ്പാക്കണമെന്ന അപേക്ഷയാണ്. മുന്നണി വിട്ടുപോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് RJD വ്യക്തമാക്കുകയാണ്. സ്ത്രീ സംവരണ നിയമം പാസാക്കിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന ചർച്ച CPIM-ൽ സജീവമാവുകയാണ്. സീറ്റ് വീതം വയ്ക്കുമ്പോൾ സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വരെയുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ നേതൃത്വത്തിന് ആകുന്നില്ല.
കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റുകാർ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യമാണിത്. പക്ഷേ മുഖ്യമന്ത്രിയായത് EK നായനാർ. പിന്നെയും വന്നു വനിതാ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാനാകുന്ന ഉജ്ജ്വല മുഹൂർത്തം. അപ്പോഴും സുശീല ഗോപാലിനെ തടഞ്ഞ് EK നായനാരെ തിരഞ്ഞെടുത്തു പാർട്ടിയിലെ പുരുഷ മേധാവിത്വം. ഗൗരിയമ്മയ്ക്കും സുശീലയ്ക്കും എത്താൻ കഴിഞ്ഞ ഏറ്റവും ഉയർന്ന പാർട്ടി ഘടകം കേന്ദ്ര കമ്മിറ്റിയായിരുന്നു. പിന്നീട് ബൃന്ദ കാരാട്ട് പൊളിറ്റ് ബ്യൂറോയിലെത്തിയെങ്കിലും ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും അപ്രാപ്യമായതിൻ്റെ കുറവൊന്നും അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല. പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ഒരു കാലത്ത് തന്നെ പാർട്ടി പരിഗണിച്ചതെന്ന് ബൃന്ദ തന്നെയും തുറന്നെഴുതി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPMൽ മറ്റൊരു ചിത്രമാണ്. കൂടുതൽ സീറ്റുകളിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമകളിൽ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉണ്ട്. പാർലമെന്റിലെ സ്ത്രീ സംവരണ നിയമം പാലിച്ച് ലോക്സഭാ സീറ്റിൽ സ്ത്രീകൾക്ക് 33% സംവരണം നൽകണമെന്നാണ് തുല്യതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുടെ ആവശ്യം. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ 33% സംവരണം നൽകിയാൽ 7 സീറ്റ് സ്ത്രീകൾക്ക് നൽകേണ്ടി വരും. ഇനി അതല്ല, CPM മത്സരിക്കുന്ന 15 സീറ്റിൻ്റെ 33% 5 സീറ്റ് കൊടുക്കണം. എന്നാൽ എത്ര വരെ കിട്ടും? അതാണ് ചോദ്യം. ആ ചോദ്യം പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചാൽ ഇങ്ങനെയാണ് മറുപടി. അല്ല, വനിതാ സർക്കിൾ ഉണ്ടാവും. അതൊക്കെ ചർച്ച ചെയ്ത് ഇനി അവസാനം പറയുമല്ലോ. ഇത് അത്ര ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. വനിതകൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സംവരണാനുപാതം പാലിച്ചാലും ഇല്ലെങ്കിലും വനിതാ നേതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന ആവശ്യത്തോട് പൂർണ്ണമായി മുഖം തിരിക്കാൻ പുതിയ കാലത്ത് CPMന് കഴിയില്ല. സീറ്റ് നൽകിയാൽ മാത്രം പോരാ, വിജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെ നൽകണം. കാലത്തിന് ചുവരെടുത്ത് വായിച്ച് അങ്ങനെയൊരു തീരുമാനമെടുത്താൽ KR ഗൗരിയമ്മയുടെയും സുശീല ഗോപാലിൻ്റെയും ഓർമ്മ നിലനിർത്താൻ വേണ്ടി CPM ചെയ്യുന്ന ഏറ്റവും വലിയ ഇടപെടലാകുമത്. റിപ്പോർട്ടർ R ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിൽ യാത്രാഗാനത്തിന്റെ ഓഡിയോ റിലീസ്. കൊച്ചുകുട്ടികൾക്കൊപ്പം ചട്ടിച്ചോറുണ്ണുക, കുട്ടിക്കാലത്തെ ദുരിത ഓർമ്മകളിൽ വിതുമ്പൽ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണ രംഗത്ത് നിറഞ്ഞാടുകയാണ് UDF സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച നിലവിലെ MP TN പ്രതാപൻ. മറ്റു 2 സ്ഥാനാർത്ഥികളും കളം നിറയും മുമ്പേ മുന്നേറാനാണ് പ്രതാപന്റെ ശ്രമം. ആദ്യ രംഗം തൃശൂർ ബിഷപ്പ് ഹൗസിന് മുമ്പിലുള്ള സെന്റ് ക്ലെയേഴ്സ് LP സ്കൂൾ. വേദിയിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ. പരിപാടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചട്ടിച്ചോറും അച്ചുറൊട്ടി വിതരണവും. പഴയകാലത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് സംഭവം. ആദ്യം ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം. തുടർന്ന് പ്രസംഗിച്ച പ്രതാപൻ തന്റെ ദുരിതപൂർണമായ പൂർവ്വകാലം ചികഞ്ഞെടുത്തപ്പോൾ വികാരഭരിതനായി, വിതുമ്പി. അന്ന് അയൽപക്കത്തുനിന്ന് പണിയും തലേന്ന് ബാക്കിയുണ്ടായിരുന്ന കഞ്ഞി കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പോയിരുന്നത്. എനിക്ക് പിതാവ് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് എന്റെ അമ്മേനെ ഓർത്തു. എത്ര ബുദ്ധിമുട്ടിയായിരിക്കും. എനിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പിതാവ് ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തിക്കൂടാ. പിന്നീട് കുട്ടികൾക്കൊപ്പം ചട്ടിച്ചോറ് കഴിച്ച ശേഷം നേരെ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിൽ ഓഡിയോ പ്രകാശനം. പ്രതാപൻ തുടങ്ങാനിരിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഗാനങ്ങൾ എഴുതിപ്പിച്ചത് ഇടതുപക്ഷ സഹയാത്രികരെ കൊണ്ട്. റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ, കൈതപ്രം, വയലാർ ശരത്ചന്ദ്രവർമ്മ. ജാതിമത രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറമുള്ള പൊതുസ്ഥാനാർത്ഥിയാകാനുള്ള തന്ത്രപരമായ നീക്കം. ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ റഫീഖ് അഹമ്മദും കൈതപ്രം ദാമോദരൻ തമ്പൂരിയും ഹരിനാരായണനും വയലാർ ശരത്ചന്ദ്ര വർമ്മയൊക്കെയാണ്. നമ്മുടെ നാട്ടുകാരനായ ശ്യാംധർമ്മനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കൂട്ടായ്മ നമുക്ക് ഉറപ്പാണ്. ഇവരൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരായിരിക്കും, വ്യക്തമായിട്ട് അറിയാം. പ്രതാപന്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിക്കുകയാണ്. ഈ സ്നേഹ സന്ദേശം എന്ന് പറയുന്നത് വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രതാപന്റെ എതിർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായ VS സുനിൽകുമാറിന്റെ വീട് സത്യൻ അന്തിക്കാടിന്റെ വീടിന്റെ ഏതാനും വാരയകലെ. നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാകുമെന്ന് ഉറപ്പിച്ച് തന്നെ നിർത്താതെ പായുകയാണ് പ്രതാപൻ ഇപ്പോൾ. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദു, ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ കളക്ടർമാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. രാഷ്ട്രീയ അക്രമങ്ങൾ കർശനമായി നിയന്ത്രിക്കണം. അനധികൃത പണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർശന നടപടി ഉണ്ടാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ മുന്നോട്ട് വച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സംസ്ഥാനങ്ങളിൽ പര്യടനം തുടരുകയാണ്. കേരളത്തിലെ ഒരുക്കങ്ങൾ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദുവിന്റെ നേതൃത്വത്തിലാണ് വിലയിരുത്തിയത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അവലോകന യോഗങ്ങൾ കൂടി. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ,
സ്റ്റേറ്റ് പോലീസ് നോഡൽ ഓഫീസറും ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായ MR അജിത് കുമാർ എന്നിവരുമായി പ്രത്യേകം ചർച്ച നടത്തി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണമാണെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. പോലീസിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ADGP MR അജിത് കുമാർ വിശദീകരിച്ചു. ജില്ലാതലത്തിൽ നടത്തുന്ന ഒരുക്കങ്ങളെക്കുറിച്ചും സുരക്ഷിതമായ തെരഞ്ഞെടുപ്പിന് പോലീസ് സ്വീകരിച്ച നടപടികളുമായിരുന്നു ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗം അവലോകനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് GST വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസ് വകുപ്പ് അടക്കമുള്ള വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചർച്ച നടത്തി. അവലോകന യോഗങ്ങളുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻ ബാറ്റിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.